നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ വകഭേദം കോവിഡ് മഹാമാരിയെ അവസാന ഘട്ടത്തിലേക്ക് നയിച്ചേക്കാമെന്ന് യുഎസ് പകർച്ചവ്യാധി നിയന്ത്രണ വിദഗ്ധൻ ഡോക്ടർ ആന്റണി ഫൗച്ചി. ഒമിക്രോൺ കോവിഡിന്റെ മഹാമാരി കാലത്ത് നിന്ന് കൂടുതൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചേക്കും. ഇക്കാര്യം ഇത്ര നേരത്തെ പ്രവചിക്കാവുന്നതല്ല. എന്നാൽ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ശേഷിയുള്ള പുതിയൊരു വകഭേദം വരാതിരുന്നാലേ ഇത് സാധ്യമാകൂ എന്നും വേൾഡ് ഇക്കോണമിക് ഫോറത്തിന്റെ പരിപാടിയിൽ ഫൗച്ചി വ്യക്തമാക്കി. കോവിഡിനെ ഒമിക്രോണിന്റെ അതിവ്യാപനം എൻഡമിക് ഘട്ടത്തിലെത്തിക്കാമെന്നാണ് ഫൗച്ചിയുടെ നിരീക്ഷണം. ജനങ്ങൾക്കിടയിൽ സ്ഥിരമായി ഇതുണ്ടാകണം, എന്നാൽ ആളുകളിലെ വലിയൊരു വിഭാഗത്തെ ബാധിക്കില്ല. ജനങ്ങൾക്കിടയിൽ സ്ഥിരമായി ഇതുണ്ടാകാം, എന്നാൽ ആളുകളിൽ വലിയൊരു വിഭാഗത്തെ ബാധിക്കില്ല. ഒമിക്രോൺ അതിവേഗം പടരുകയാണ്, എന്നാൽ ഗുരുതരമാകാനുള്ള സാധ്യത മറ്റു വൈറസ് വകഭേദങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നാണ് വിദഗ്ധാഭിപ്രായമെന്നും ഫൗച്ചി വ്യക്തമാക്കി. ഡെൽറ്റയുമായി ബന്ധപ്പെട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഒമിക്രോണിന് ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നാൽ ഇത് ബാധിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന അതിന്റെ ശക്തി സംബന്ധിച്ച സൂചനകളാണ് നൽകുന്നത്. ഒമിക്രോൺ ബാധിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ലഭ്യമാകുമോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ പുതിയ വേരിയന്റിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഓരോ ശരീരവും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചാകും അതിന്റെ ഉത്തരവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒമിക്രോൺ വ്യാപനം ഇതുവരെ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നും അടുത്ത ചില ആഴ്ചകളിൽ ഒമിക്രോൺ വ്യാപനം തീവ്രമായിരിക്കുമെന്നും യുഎസ് സർജൻ ജനറൽ ഡോക്ടർ വിവേക് മൂർത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരി 16 ഞായറാഴ്ചയാണ് ഇത് സംബന്ധിച്ച് വിവേക് മൂർത്തി പരസ്യപ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയിൽ പ്രതിദിനം 8 ലക്ഷം കേസുകൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒമിക്രോൺ വ്യാപനം നേരത്തെ തുടങ്ങിയെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതിവേഗം വ്യാപിക്കുന്നുവെന്നും പല സംസ്ഥാനങ്ങളിലും ശൈത്യം പിടിമുറുക്കിയതോടെ ആശുപത്രികളിൽ കോവിഡ് എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. കോവിഡ് രോഗികളെ ഉൾക്കൊള്ളുന്നതിനുള്ള സൗകര്യങ്ങൾ പല ആശുപത്രികളിലും പരിമിതമാണ്. ഇപ്പോൾ ലഭിക്കുന്ന കോവിഡ് വാക്സിനുകൾ വളരെ പ്രയോജനം ചെയ്യുന്നതാണെന്നും കോവിഡിനെ പ്രതിരോധിക്കുന്നതിനും അതിജീവിക്കുന്നതിനും വാക്സിൻ എല്ലാവരും സ്വീകരിക്കണമെന്നും ഡോക്ടർ മൂർത്തി നിർദ്ദേശിച്ചു. പ്രൈവറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വാക്സിൻ സ്വീകരിക്കുന്നതിനോ ടെസ്റ്റ് നടത്തുന്നതിനോ നിർബന്ധിക്കുന്നതിൽ നിന്നും ബൈഡൻ ഭരണകൂടത്തെ തടഞ്ഞുകൊണ്ട് ഈയിടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നിരാശാജനകമാണെന്നും മൂർത്തി അഭിപ്രായപ്പെട്ടു. പൂർണ്ണമായും വാക്സിനേഷൻ സ്വീകരിച്ചവർക്കും ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും കോവിഡ് വീണ്ടും വരാമെങ്കിലും കാര്യമായ രോഗലക്ഷണങ്ങൾ പ്രകടമാകില്ല എന്നും ഡോക്ടർ മൂർത്തി പറഞ്ഞു. ഡെൽറ്റ വകഭേദത്തെയും കീഴടക്കി മുന്നേറുന്ന കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം വൈകാതെ ആഗോളതലത്തിൽ തന്നെ പ്രബല വകഭേദമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകി. രോഗലക്ഷണങ്ങളിൽ തീവ്രത കുറവാണെങ്കിലും മുൻപ് നേടിയ പ്രതിരോധ ശേഷിയിൽ നിന്ന് ഒമിക്രോണിന് രക്ഷപ്പെടാനാകുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ടെക്നിക്കൽ ലീഡ് മരിയ വൻ കെർഖോവ പറഞ്ഞു. ജനുവരി 9 അവസാനിച്ച വാരത്തിൽ 15 ദശലക്ഷം പുതിയ കോവിഡ് കേസുകളാണ് ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിന് മുൻ ആഴ്ചയേക്കാൾ 55% വളർച്ചയാണ് കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായത്. ഒമിക്രോൺ വ്യാപനത്തിന് പിന്നാലെയാണ് കോവിഡിന്റെ ഈ ആഗോള തരംഗം ആഞ്ഞടിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ വകഭേദം വെറും 3 മാസങ്ങൾക്കുള്ളിൽ 100-ലധികം രാജ്യങ്ങളിലേക്കാണ് പടർന്നത്. കാര്യമായ തോതിൽ ജനിതക സീക്വൻസിംഗ് നടക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഒമിക്രോണിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചതായും ഇത് എല്ലാ രാജ്യങ്ങളിലും എത്തിക്കഴിഞ്ഞതായും അനുമാനിക്കാവുന്നതാണെന്നും മരിയ ചൂണ്ടിക്കാട്ടി. ഡെൽറ്റയേക്കാൾ തീവ്രത കുറഞ്ഞ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും ഒമിക്രോണിനെ നിസ്സാരമായി എടുക്കരുതെന്നും നിരവധി പേർ ഇത് ബാധിച്ച് ആശുപത്രിയിലാകുന്നുണ്ടെന്നും മരിയ കൂട്ടിച്ചേർത്തു. രോഗികളുടെ എണ്ണം ഇരട്ടിക്കുന്നതിന്റെ സമയം ഒമിക്രോണിന് വളരെ കുറവാണെന്നും വാക്സിൻ എടുത്തവരിലും കാര്യമായ തോതിൽ വ്യാപനം നടക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഒമിക്രോണിനെതിരെയുള്ള വാക്സിനുകളുടെ കാര്യക്ഷമത കുറഞ്ഞതായി സൂചിപ്പിക്കുന്ന 6 പഠനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ബൂസ്റ്റർ ഡോസുകൾ കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ കാലാവധിയും തോതും കണ്ടെത്താൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെന്ന് WHO കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.